കടലിടുക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ രംഗത്ത്. ഉപരോധം അവസാനിച്ചിട്ടില്ല, നിബന്ധനകൾ അംഗീകരിക്കും വരെ തന്നെ ഇവിടെ പൂട്ടിടുമെന്ന ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നും ഉപരോധം പിൻവലിച്ചുമുള്ള US പ്രസിഡന്റിന്റെ അദ്ദേഹം അവകാശവാദങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാൻ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകൾ സമുദ്രത്തിലെ യാഥാർത്ഥ്യം മാറ്റില്ല എന്നതാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയതും. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ടെഹ്റാൻ. അമേരിക്കൻ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും നടത്തുന്ന പ്രഖ്യാപനങ്ങളിലൂടെ ഹോർമൂസിന്റെ നിയന്ത്രണം സ്വന്തമാക്കില്ല എന്നതാണ്, അല്ലെങ്കിൽ അത് സ്വന്തമാകില്ല എന്നതാണ് ഇറാന്റെ സന്ദേശമായി തന്നെ പറയുന്നത്. വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്നത് ഒരു കാര്യമാണ്, ഹോർമൂസിൽ നടക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ തരത്തിലാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെ എണ്ണ വിപണിയുടെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെയും നിർണായക പാതയായ ഹോർമൂസിനെ ചൊല്ലിയുള്ള അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ഇതോടുകൂടി തന്നെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഖ്യാപന യുദ്ധത്തിന് ഇറാന്റെ മറുപടി വ്യക്തമായി തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത്. ആദ്യം ഞങ്ങളുടെ ഉപാധികൾ അംഗീകരിക്കൂ, പിന്നീട് ഹോർമൂസിനെ കുറിച്ച് സംസാരിക്കാം എന്നതായിരുന്നു പറഞ്ഞതും. അതേസമയം നേരത്തെ തന്നെ അമേരിക്കൻ നാവികസേന ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അതിശക്തമായ പ്രതിരോധ മതിൽ തീർത്തിട്ടുണ്ട് എന്നും സമുദ്രപാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാന്റെ സൈനിക അടിത്തറ തകർത്തുവെന്നും അമേരിക്കയെ തടയാൻ അവർക്ക് സാധിക്കില്ല എന്നതുമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ US ആ ഒരു നയതന്ത്ര ഉപരോധവും യുദ്ധവും അവസാനിപ്പിക്കുക, ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികൾ വിട്ടു നൽകുക, ഗാസയിലും ലെബനനിലും പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക എന്നീ വ്യവസ്ഥകൾ പാലിക്കാതെ അവിടെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കില്ല എന്നതായിരുന്നു ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ലോകത്തിലെ ആകെ എണ്ണ ഗതാഗതത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഈ തർക്കം ആഗോള സാമ്പത്തിക മേഖലയെയും എണ്ണ വിപണിയെയും പോലും വീണ്ടും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തർക്കം രൂക്ഷമായതോടുകൂടി തന്നെ പ്രതിദിനം 130-ലധികം തന്നെ കപ്പലുകൾ സഞ്ചരിക്കുന്ന ഈ പാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി തന്നെ പിന്നാമ്പുറ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും സമുദ്രപാതയിലെ യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് ഈ വാർത്തയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.